Morning students. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ടാൻജന്റ് ഓഫ് എ കർവ് ആണ്. നമ്മൾ ടാൻജന്റ് ഓഫ് എ കർവിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. So we will go through some problems. If gamma of t ഇതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ. If gamma of t be the curve at the point P, then q of w equals r of t plus w into r dash of t. ഇതാണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ടാൻജന്റ് ഓഫ് എ കർവ് കണ്ടുപിടിക്കാനായിട്ട്. So we will go through some examples. Given a curve r of t, find the tangent vector, unit tangent vector and tangent of c at p. c എന്ന് പറഞ്ഞാൽ curve c at p. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കർവ് നമുക്ക് r of t തന്നിട്ടുണ്ടായിരിക്കും, പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മൾ ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരുന്നു? r dash of t ആയിരുന്നു. അപ്പൊ r dash of t കണ്ടുപിടിച്ചാൽ മതി ടാൻജന്റ് വെക്ടർ കിട്ടാൻ. ഇനി യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മോഡുലസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കിട്ടാൻ r dash of t ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് r dash of t കണ്ടുപിടിച്ചാൽ മതി. ഇനി ടാൻജന്റ് വെക്ടർ അറ്റ് ദ പോയിന്റ്, ഈ പോയിന്റിലുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? t ഇത് ടാൻജന്റ് r dash of t കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റ് p നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യം ടാൻജന്റ് അറ്റ് കർവ് കണ്ടുപിടിക്കണം. ടാൻജന്റ് വെക്ടർ ദാറ്റ് ഈസ് r dash of t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നിങ്ങൾ ആദ്യം r of t എന്നുള്ള വെക്ടറിനെ നമ്മൾ ഒരു വെക്ടർ ആയിട്ട് എഴുതുവാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? ti plus t square by 2j plus k എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ കർവിലുള്ള പോയിന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ടേം, അതായത് i കമ്പോണന്റ് t ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും ടിയുടെ വാല്യൂ എന്താണ് വരുന്നത്? ടിയുടെ വാല്യൂ നമുക്ക് 2 ആണ് വരുന്നത്. ആദ്യത്തെ കമ്പോണന്റ് ടി ആണ്. ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ പോയിന്റ് അനുസരിച്ച് 2 ആണ് വരുന്നത്. ഇനി r dash of t കണ്ടുപിടിക്കുക. r dash of t കണ്ടുപിടിക്കാൻ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. t വിത്ത് റെസ്പെക്ട് ടു d ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പം 1 വരും. അപ്പൊ i മാത്രം വരും. ടി സ്ക്വയറിൻ്റെത് 2t വരും. 2t ഡിവൈഡഡ് ബൈ 2. അതിൽ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയിട്ട് ഇത് 2j വരും. ഇവിടെ കെയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ 1നെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പ്ലസ് 0k എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടാൻജന്റ് വെക്ടർ r dash of t at t equal to 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് വരും? i plus 2j എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കണം. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കിട്ടാൻ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് r dash of t കാണുക. r dash of tയുടെ മോഡുലസ്, r dash of tയുടെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ എന്ത് കിട്ടും? r dash എന്ന് പറയുന്നത് നമുക്ക് r dash of t at t equal to 2 നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? i plus 2j ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മോഡുലസ് വാല്യൂ എടുക്കണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെ കമ്പോണന്റ് 1 സ്ക്വയർ പ്ലസ് ജെയുടെ കമ്പോണന്റ് 2 സ്ക്വയർ പ്ലസ് കെയുടെ കമ്പോണന്റ് ഇല്ലാത്തത് കൊണ്ട് 0 സ്ക്വയർ. സോ ദിസ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 സ്ക്വയർ ഈസ് 4 ആൻഡ് ഇറ്റ് ഈസ് റൂട്ട് 5. അപ്പൊ നമ്മുടെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, സോ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? r dash of t divided by modulus of r dash of t. So this is നമ്മുടെ r dash of t എന്ന് പറയുന്നത് i plus 2j ആയിരുന്നു, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് 5 എന്ന് കിട്ടും. സോ ദിസ് ഈസ് അവർ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ഇനി നമുക്ക് r of t കിട്ടിയിട്ടുണ്ട്, r dash of t കിട്ടിയിട്ടുണ്ട്. So we can write w of t tangent to the curve c at a point p. കണ്ടുപിടിക്കാനാണ് q of w equals r of t plus w into r dash of t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി r of t എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്താ വരും? നമ്മൾ r of t എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ti plus t square by 2j plus k എന്നുള്ളതായിരുന്നു. അറ്റ് t equal to 2 പോയിന്റിലൂടെ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അറ്റ് r of t
അറ്റ് ടി ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് 2i പ്ലസ് 2 സ്ക്വയർ ബൈ 2j പ്ലസ് k എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2i പ്ലസ് 2j പ്ലസ് k എന്ന് കിട്ടും. സോ ദിസ് വിൽ ബിക്കംസ് 2i പ്ലസ് 2j പ്ലസ് k ഇൻറ്റു k പ്ലസ് w ഇൻറ്റു r ഡാഷ് അറ്റ് ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായിരുന്നു? i പ്ലസ് 2j ആയിരുന്നു. സോ ദിസ് ഈസ് i പ്ലസ് 2j എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് എന്താണ് i ഉള്ള കമ്പോണൻസ് ഒന്ന് ഒരുമിച്ച് എഴുതാം. അപ്പൊ എന്ത് വരും? 2 പ്ലസ് w ഇൻറ്റു i ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി j കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 2 പ്ലസ് 2w അല്ലേ? 2 പ്ലസ് 2w ഇൻറ്റു j പ്ലസ് കെയുടെ കമ്പോണന്റ് ഇവിടെ k ഇല്ലല്ലോ, അപ്പം പ്ലസ് k. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. സോ ഹിയർ it is given as r of t equals 2 cos t I plus 2 sin t j. പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളത് √2 0. ആദ്യത്തെ നമ്മുടെ പരിശ്രമം എന്തിനു വേണ്ടിയായിരിക്കണം? ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കണം. ഇതാണ് നമ്മുടെ കമ്പോണൻസ് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ കമ്പോണൻസ് 2 cos t എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും കിട്ടേണ്ടത്? √2 ആയിരിക്കും കിട്ടേണ്ടത്. ഈ ആദ്യത്തേത് ഇത് i j k കമ്പോണൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈക്വൽ ടു √2 എന്ന് കൊടുക്കുക. സോ cos t ഈക്വൽസ് √2 divided by 2 and it is 1 by √2. And from this t equals cos inverse of 1 by √2. കോസിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 1 by √2 കിട്ടുന്നത്? pi by 4 എടുക്കുമ്പോൾ നമുക്ക് 1 by √2 എന്നുള്ള വാല്യൂ കിട്ടും. സോ ടിയുടെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടുന്നത്? pi by 4 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് q of w ഈക്വൽസ് r of t പ്ലസ് w ഇൻറ്റു r ഡാഷ് ഓഫ് t ആണ്. സോ ഫൈൻഡ് r of t നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, r of t നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? r of t അറ്റ് t ഈക്വൽസ് pi by 4 നമ്മൾ കണ്ടുപിടിക്കണം. r of t അറ്റ് t ഈക്വൽസ് pi by 4 കണ്ടുപിടിക്കുക. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? r of t ക്ക് pi by 4 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. 2 cos pi by 4 I plus 2 sin pi by 4 j എന്ന് കിട്ടും. സോ ദി ആൻസർ ഈസ് cos pi by 4 എന്ന് പറഞ്ഞാൽ 1 by √2 കിട്ടും. sin pi by 4 എന്ന് പറഞ്ഞാലും 1 by √2 തന്നെ കിട്ടും. സോ 2 ഇൻറ്റു 1 by √2 I പ്ലസ് 2 ഇൻറ്റു 1 by √2 j. ഇതിനകത്തുനിന്ന് ഈ √2ഉം 2ൽ ഒരു √2 കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ദിസ് ഈസ് √2 I പ്ലസ് √2 j എന്ന് കിട്ടും. ഓക്കെ, √2 j എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? r ഡാഷ് ഓഫ് t കണ്ടുപിടിക്കുക. r ഡാഷ് ഓഫ് t കണ്ടുപിടിക്കാൻ r ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക. 2 cos ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് 2 sin t I. 2 sin ടിയുടേത് 2 cos t പ്ലസ് 2 cos t j എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? r ഡാഷ് ഓഫ് t അറ്റ് t ഈക്വൽസ് ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയായിരുന്നു? pi by 4 അറ്റ് t ഈക്വൽസ് pi by 4 കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് കിട്ടും? സോ ദിസ് ഈസ് മൈനസ് 2 sin pi by 4 I പ്ലസ് 2 cos pi by 4 j എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് മൈനസ് 2 sin pi by 4 ഈസ് 1 by √2. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ 1 by √2 I പ്ലസ് 2 ഇൻറ്റു 1 by √2 j. √2 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് കിട്ടും? നമുക്ക് ഇവിടെ മൈനസ് √2 I പ്ലസ് √2 j കിട്ടും. ആൻഡ് അഗെയിൻ ഫൈൻഡ് r ഡാഷ് ഓഫ് t. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കുക. മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് I കമ്പോണന്റ് ഈസ് മൈനസ് √2 സ്ക്വയർ പ്ലസ് j കമ്പോണന്റിന്റെ സ്ക്വയർ √2 സ്ക്വയർ. ആൻഡ് ഇറ്റ് ഈസ് 2 പ്ലസ് 2 ഇറ്റ് ഈസ് √4 ആൻഡ് ഇറ്റ് ഈസ് 2 എന്ന് കിട്ടും. അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എന്ത് വരും? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടു ദി കർവ്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടു ദി കർവ് എന്ന് പറഞ്ഞാൽ q of w ഈക്വൽസ് r of t പ്ലസ് w ഇൻറ്റു
r dash of t. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ to the point, ഇത് നമ്മൾ q of w എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ to the curve c at the point p ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. സോ ദിസ് ഈസ് r of t നമുക്ക് കിട്ടിയത് √2i plus √2j plus w into r dash കിട്ടിയത് minus √2i plus √2j എന്നാണ് കിട്ടിയത്. ഇതൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. സോ √2i ഇവിടെയും i ഉണ്ട്, അവിടെ വരുമ്പോൾ എന്തൊരു മൈനസ് w into √2i ഇനി j കമ്പോണന്റ് പ്ലസ് √2 plus √2 into j. 2 √2 എന്നാണെങ്കിൽ എഴുതാം കമ്പൈൻ ചെയ്ത്. സോ ദിസ് ഈസ് ദി ആൻസർ. ഇനി ഞാൻ ഒന്ന് രണ്ട് ഹോംവർക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ പറയാം. ക്വസ്റ്റ്യനകത്ത് r of t എന്ന് പറയുന്നത് പോസിറ്റീവ്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3 കേട്ടോ. പോസിറ്റീവ് സൈൻ t ആൻഡ് 9t. പോയിന്റ് പി തന്നിട്ടുള്ളത് 1 0 18 പൈ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമുള്ളത് ഏതാണ്? ഇതിപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. പോസിറ്റീവ് എന്നെങ്കിൽ 1 എന്ന് എടുക്കുക, എന്നിട്ട് ടിയുടെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ പോസിറ്റീവ് 1 ആണ്, സൈൻ ടി നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? 0. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നിങ്ങൾ എടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. 9t = 18 പൈ എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് കിട്ടും? 18 divided by 9 പൈ എന്ന് കിട്ടും. സോ ദിസ് ഈസ് 2 പൈ എന്ന് കിട്ടും. അപ്പൊ ടിയുടെ വാല്യൂ എന്താ കിട്ടുന്നത്? 2 പൈ. ദെൻ ഫൈൻഡ് r of t, r dash of t. പിന്നെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനായിട്ട് r dash of t divided by modulus of r dash of t, പിന്നെ q of w കണ്ടുപിടിക്കുക. ഇത്രയാണ് ഈ ടാൻജന്റ് വെക്റ്റർ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്. സോ പ്രോബ്ലം ചെയ്ത് നോക്കണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ.